വെൽക്കം. നമ്മളെല്ലാവരും ഇ കൊമേഴ്സ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഡേ 1 ആണ് ഇന്ന്. 1 മന്ത് കൊണ്ട് ഒരു ഇ കൊമേഴ്സ് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ലോഞ്ച് ചെയ്യാന്നുള്ള പ്ലാനിലാണ് നമ്മളെല്ലാവരും. ഡേ 1 നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബ്രാൻഡ് നെയിം എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളതാണ്. ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഷോർട്ട് ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം, പറയുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിരിക്കണം, കുറച്ച് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രക്കും ബെറ്റർ. കാരണം നമ്മളെ ബ്രാൻഡ് എപ്പോഴാണ് ക്ലിക്ക് ആന്ന് പറയാൻ പറ്റില്ല. ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യാൻ നമുക്ക് ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിക്കാം. ചാറ്റ് ജി പി ടിയിൽ ചോദിക്കാം, ഇങ്ങനെ ഒരു ആശയമുണ്ട്, ഒരു ഇ കൊമേഴ്സ് പ്ലാൻ ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്കൊരു ബ്രാൻഡ് നെയിം പറഞ്ഞു തരുമെന്ന് വെച്ചാൽ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് ഇഷ്ടംപോലെ പേര് പറഞ്ഞുതരും. ഇനി ഒരു നെയിം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിന് ഫസ്റ്റ് നോക്കേണ്ടത് ഡൊമൈൻ അവൈലബിൾ ആണോ എന്നുള്ളതാണ്. ഡൊമൈൻ, കാരണം നമ്മളൊരു ഇ കൊമേഴ്സ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഡൊമൈൻ എന്നുള്ളത് നമുക്ക് മസ്റ്റ് ആണ്. നമുക്ക് ഗോഡാഡിയിൽ നോക്കി നോക്കാം നമ്മുടെ ഡൊമൈൻ അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഡിമിസ്ക് എന്നുള്ള പേരിലെ ഒരു ഡൊമൈൻ അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് ഗോഡാഡി പോയി നോക്കാം. ഫസ്റ്റ് തന്നെ ഗൂഗിൾ ക്രോം എടുക്കുക, എന്നിട്ട് godaddy.com എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ ഒരു സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അവിടെ നമുക്ക് വേണ്ട ഡൊമൈൻ സെർച്ച് ചെയ്യാനുള്ള ഒരു സെർച്ച് ബാർ ഉണ്ട്. അവിടെ എനിക്ക് വേണ്ട ഒരു ഡൊമൈൻ്റെ പേര് സെർച്ച് ചെയ്യുന്നുണ്ട്. ഡിയോ സ്റ്റോർ എന്നാണ് സെർച്ച് ചെയ്തത്. ആക്ച്വലി അത് അവൈലബിൾ ആണ്, diostore.com തന്നെ അവൈലബിൾ ആണ് ചെറിയ പൈസക്ക്. പിന്നെ അതുകൂടാതെ തന്നെ ഡിയോ സ്റ്റോർ ഷോപ്പ്, diostore.com, ഡിയോ സ്റ്റോർ ലൈവ്, ഡിയോ സ്റ്റോർ മീ, അങ്ങനെ കുറേ ഡൊമൈൻസ് വേറെതും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡൊമൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. എക്സ്ട്രാ മെയിൽ, നമ്മുടെ ഡൊമൈൻ വെച്ചിട്ട് മെയിൽ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ ഈ ഡൊമൈൻ നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. ജസ്റ്റ് ആമസോണിൽ നിന്നൊക്കെ സാധനം വാങ്ങുന്ന പോലെ തന്നെ, ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. കാർട്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, നമ്മുടെ അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ട് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കും ഇത് നിങ്ങൾക്ക് എത്ര വർഷത്തേക്കാണ് വേണ്ടതെന്നുള്ളത്. നമുക്ക് 1 വർഷത്തേക്ക് 2 വർഷത്തേക്കൊക്കെ വാങ്ങാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഡൊമൈൻ നഷ്ടപ്പെടും. റിന്യൂ ചെയ്താൽ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മുടെ ഡൊമൈൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2 ഡൊമൈനാണ് വാങ്ങിയത്. diostore.com വാങ്ങിയിട്ടുണ്ട്, dmisk.com വാങ്ങിയിട്ടുണ്ട്. ഇപ്പം 2 ഡൊമൈനും എൻ്റെ ആണ്. നിങ്ങൾക്ക് ഡൊമൈൻ എടുക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് എങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. .com ഡൊമൈൻ എടുക്കലാണ് ബെറ്റർ. ഇനി നിങ്ങൾക്ക് .in, .ai ഇതൊക്കെ എടുക്കാൻ പറ്റും. .inനും ഗോഡാഡി തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് .ai ആണെങ്കിൽ ഇറ്റിസ്ലാത്തിന്റെ തന്നെ ഒരു nic.ai എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അടുത്ത ദിവസം ഡേ 2 വീഡിയോ ഇടുന്നതായിരിക്കും. ഡേ 2 വീഡിയോ നമ്മൾ ഇന്ന് വാങ്ങിയ ഡൊമൈൻ കൊമേഴ്സ് വെബ്സൈറ്റ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് നോക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ, ബൈ.